ടൈറ്റാനിക് ഈ പേര് കേൾക്കാത്തവർ ആരും തന്നെയില്ല. 1912 ഏപ്രിൽ 10 ആദ്യത്തെ യാത്ര ആരംഭിച്ചു. എന്നിട്ട് മൂന്നാമത്തെ ദിവസം മഞ്ഞുമലയിൽ ഇടിച്ച് കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിപ്പോയ ഒരു കഥയാണിത്. 1500-ലധികം പേര് ഒരൊറ്റ രാത്രി കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. ടൈറ്റാനിക് ഇപ്പോഴും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കിടക്കുകയാണ്. എന്നാൽ അതിനെ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് എടുക്കാത്തതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഇതിന് പിന്നിലുള്ള ഒരു രഹസ്യത്തിനെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. 1990-കളുടെ തുടക്കത്തിൽ ഇന്നത്തെ പോലെ വിമാനങ്ങൾ സാധാരണമായിരുന്നില്ല. ഒരാൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ അതിന് ഏക മാർഗമായിരുന്നു വലിയ സമുദ്ര കപ്പലുകൾ. ആ കാലത്ത് സമുദ്രയാത്ര ഒരു ആവശ്യവും ഒരുപാട് അഭിമാനവുമായിരുന്നു. എന്നാൽ ഇവിടെ വെച്ചിട്ടാണ് വലിയ കപ്പൽ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന്റെ തുടക്കം തുടങ്ങുന്നത്. ഇവിടെ രംഗത്ത് വന്നത് ബ്രിട്ടന്റെ പ്രശസ്തമായ കപ്പൽ കമ്പനി വൈറ്റ് സ്റ്റാർ ലൈൻ കപ്പൽ കമ്പനി. ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആഡംബരവുമായ കപ്പൽ നിർമ്മിക്കണമെന്ന്. ഈ സ്വപ്നത്തിന് രൂപം കൊടുത്തത് ഒരു വലിയ കപ്പൽ നിർമ്മാണ കമ്പനി ഹാർലാൻഡ് ആൻഡ് വൂൾഫ് ആയിരുന്നു. ഈ പ്രൊജക്ടിന്റെ പിന്നിൽ നിന്ന് പ്രധാന വ്യക്തിയായിരുന്നു ജെ ബ്രൂസ്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് അറിയാമോ? ലോകം ഇതുവരെ കണ്ടില്ലാത്ത ഒരു കപ്പൽ നിർമ്മിക്കണമെന്നായിരുന്നു. അതോടൊപ്പം ഈ കപ്പലിന്റെ ഡിസൈൻ നിർമ്മിച്ചത് തോമസ് ആൻഡ്രൂസ് ആയിരുന്നു. അദ്ദേഹം ടൈറ്റാനിക്കിനെ സുരക്ഷിതവും ശക്തവുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തു. ടൈറ്റാനിക് നിർമ്മാണത്തിന്റെ പ്രധാന കാരണം മത്സരമായിരുന്നു. ആ കാലത്തെ മറ്റൊരു വലിയ കമ്പനി കുണാഡ് ലൈൻ ഇതിനകം തന്നെ വേഗത്തിൽ പായുന്ന ഒരു കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈറ്റ് സ്റ്റാർ ലൈൻ തീരുമാനിച്ചു, വേഗത വേണ്ട, ആഡംബരവും വലിപ്പവുമാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. അങ്ങനെ 1912 ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലായി ജനിച്ചു. ഇത് വെറും ഒരു യാത്രാ മാർഗം മാത്രമായിരുന്നില്ല, ഇതൊരു ഫ്ലോട്ടിംഗ് പാലസ് ആയിരുന്നു. അതായത് നീന്തുന്ന കൊട്ടാരം. ആ കപ്പലിൽ ഉണ്ടായിരുന്നത് സ്വിമ്മിംഗ് പൂൾ, ജിം, ഏറ്റവും ലക്ഷറിയസ് ആയ റൂമുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഒരു സാധാരണ കപ്പലല്ല, അത് സമ്പന്നരുടെയും സ്വപ്നമായിരുന്നു. ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ, ആദ്യത്തെ യാത്രയിൽ തന്നെ ഈ കപ്പൽ മുങ്ങുമെന്ന്. ടൈറ്റാനിക് ഡിസൈൻ ചെയ്തപ്പോൾ അതിൽ നിരവധി വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും വിശ്വസിച്ചത് ഇതൊരു അൺസിങ്കബിൾ ഷിപ്പാണ് എന്ന്. അതായത് ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന്. ടൈറ്റാനിക്കിന്റെ നീളം ഏകദേശം 269 മീറ്റർ ആയിരുന്നു. 3 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ചേർത്ത് വെച്ചാൽ പോലും അത് കുറവായിരിക്കും. അതിന്റെ ഉയരം ഏകദേശം 53 മീറ്റർ ആയിരുന്നു. ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉയരത്തിന് തുല്യമായിരുന്നു. 2200 പേർക്കാണ് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത്. ടൈറ്റാനിക്കിൽ 3 തരം ക്ലാസുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. ടൈറ്റാനിക്കിന്റെ അകത്ത് കയറുമ്പോൾ അതൊരു ഹോട്ടൽ പോലെയല്ല തോന്നുന്നത്, അതൊരു കൊട്ടാരം പോലെയാണ് തോന്നുന്നത്. അത് വെറും ഒരു സമുദ്ര യാത്രയായിരുന്നില്ല, അതൊരു രാജകീയ അനുഭവമായിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യം വരും, ടൈറ്റാനിക് എന്ന പേര് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്? ടൈറ്റാനിക് എന്ന പേര് വന്നത് ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻസ് എന്ന ദൈവങ്ങളിൽ നിന്നാണ്. അവ ശക്തിയോടൊപ്പം വലുപ്പത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ കപ്പലും വലിപ്പത്തിന് വലിപ്പം, ശക്തിക്ക് ശക്തി. ടൈറ്റാനിക് നിർമ്മിച്ചപ്പോൾ അതിന്റെ സുരക്ഷയെ കുറിച്ച് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ 16 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. കപ്പലിന്റെ ചില ഭാഗങ്ങൾ തകർന്നാലും മുഴുവൻ കപ്പൽ മുങ്ങില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകം ഇതിനെ വിളിച്ചത് അൺസിങ്കബിൾ ഷിപ്പ് എന്ന്. എന്നാൽ 1912 ഏപ്രിൽ ടൈറ്റാനിക് കപ്പൽ തയ്യാറായി. ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്ടൺ തുറമുഖത്ത് ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരുന്നു. ആ കപ്പലിൽ കയറുന്ന ഓരോരോ ആൾക്കാർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് എന്ന്. കപ്പൽ പതുക്കെ നീങ്ങാൻ തുടങ്ങുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ സന്തോഷവും ഹൃദയത്തിൽ പ്രതീക്ഷയുമായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ഇതൊരു സാധാരണ യാത്രയാകില്ല എന്ന്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ യാത്രകളിൽ ഒന്നാകുമെന്ന്. കപ്പൽ തന്റെ ആദ്യത്തെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. 1912 ഏപ്രിൽ 10 സൗത്ത് ഹാംപ്ടണിൽ നിന്നാണ് കപ്പൽ യാത്ര തുടങ്ങുന്നത്. ആ ദിവസം സമ്പന്നരും സാധാരണക്കാരും പിന്നെ കുടിയേറ്റ സ്വപ്നങ്ങളുള്ളവരും എല്ലാവരും ഈ കപ്പലിൽ കയറാൻ തിരക്കിലാണ്. ചിലർ അമേരിക്കയിലേക്ക് പുതിയ ജീവിതം തുടങ്ങാനും, എന്നാൽ ചിലർ വിനോദയാത്രയ്ക്കായും, എന്നാൽ ചിലർ അവരുടെ ഭാഗ്യത്തെ തേടിയും ഉള്ള ഒരു യാത്രയ്ക്കാണ്. കപ്പൽ പതുക്കെ തുറമുഖം വിട്ട് നീങ്ങുമ്പോൾ ജനങ്ങൾ കൈവീശി യാത്രയയപ്പ് നൽകി. സംഗീതം മുഴങ്ങി. സന്തോഷവും ആവേശവും നിറഞ്ഞൊരു തുടക്കമായിരുന്നു ഇത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ
എന്നാൽ എല്ലാം വളരെ ശാന്തമായിരുന്നു. കടൽ ശാന്തമായിരുന്നു, ആകാശം തെളിഞ്ഞതും. എന്നാൽ അകലെ തണുത്ത അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അപകടം ഒളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഏപ്രിൽ 14 രാത്രി കപ്പലിന്റെ ടെലിഗ്രാഫ് റൂമിലേക്ക് പല മുന്നറിയിപ്പുകളും എത്തിയിട്ടുണ്ടായിരുന്നു. മുന്നിൽ ഐസ്ബർഗ് ഉണ്ടെന്ന് മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ RMS ടൈറ്റാനിക് അതിന്റെ വേഗം കുറച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുന്നറിയിപ്പിനെ അവർ കണക്കാക്കിയില്ല. എന്നാൽ ഈ ആത്മവിശ്വാസം തന്നെ അപകടമായി മാറി. അങ്ങനെ രാത്രി 11:40 ആകുമ്പോഴേക്കും കാവൽക്കാരൻ മുന്നിൽ ഒരു ഭീമൻ ഐസ്ബർഗിനെ കണ്ടു. ഇത് കണ്ടതോടെ പെട്ടെന്ന് കപ്പലിലുള്ള അലാറം മുഴക്കി. കപ്പലിന് വേഗം തിരിക്കാനുള്ള ഉത്തരവുകൾ കൊടുത്തു. കപ്പലിന് തിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി. കപ്പലിന്റെ വലതുവശം ഐസ്ബർഗിനെ തട്ടി ഒരു വലിയ പൊട്ടലുണ്ടാക്കി. ഈ കാരണം കൊണ്ട് കപ്പലിന്റെ അടിയിൽ വെള്ളം കയറാൻ തുടങ്ങി. ആദ്യം പലർക്കും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല. കപ്പലുടെ ക്യാപ്റ്റൻ എഡ്വാർഡ് സ്മിത്ത് സ്ഥിതികൾ പരിശോധിച്ചു. എഞ്ചിനീയർമാരും പറഞ്ഞു ഈ കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവർ ലൈഫ് ബോട്ടുകൾ ഇറക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ വലിയൊരു പിഴവുണ്ടായിരുന്നു. ലൈഫ് ബോട്ടുകൾ മതിയാവുന്ന അത്രയും ഉണ്ടായിരുന്നില്ല. 2200 പേർക്കുള്ള ലൈഫ് ബോട്ടുകളല്ല ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലൈഫ് ബോട്ടുകൾ അധികം വെക്കാതിരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്ക് കൂടുതൽ അവസരമുണ്ടായിരുന്നു. തേർഡ് ക്ലാസ്സിലുള്ളവർക്ക് പുറത്തേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ കപ്പൽ പതുക്കെ താഴേക്ക് മുങ്ങാൻ തുടങ്ങി. ആ സമയത്ത് സംഗീത സംഘം ഭയപ്പെടുന്ന ആളുകളെ സമാധാനമാക്കാൻ വേണ്ടിയിട്ട് സംഗീതം വായിച്ചുകൊണ്ടിരുന്നു. തണുത്ത കാറ്റും ഇരുണ്ട രാത്രിയും ആളുകളുടെ നിലവിളിയും. അങ്ങനെ രാത്രി 2:20 ആയുമ്പോഴേക്കും ടൈറ്റാനിക് കപ്പൽ രണ്ടായി പൊട്ടി. അതിനുശേഷം സമുദ്രത്തിന്റെ അടിയിലേക്ക് പതുക്കെ അപ്രതീക്ഷിതമായി 1500-ൽ കൂടുതൽ ആളുകൾ തണുത്ത വെള്ളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ചിലർ മാത്രം ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ആ മുങ്ങിപ്പോയ ആ മഹാകപ്പൽ വർഷങ്ങളോളം സമുദ്രത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞു കിടന്നു. പലരും തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ 1985 മനുഷ്യൻ വീണ്ടും അതിനെ കണ്ടെത്തി. ഒരു ഗവേഷണ സംഘം സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടങ്ങി. ആ സംഘത്തെ നയിച്ചത് സമുദ്ര ഗവേഷകനായ റോബർട്ട് ബല്ലാർഡ് ആയിരുന്നു. ഒരു ദിവസം ക്യാമറയുടെ സ്ക്രീനിൽ ചെറിയ വസ്തുക്കൾ കാണാൻ തുടങ്ങി. ആദ്യം അത് പാത്രങ്ങളായിരുന്നു. പിന്നീട് കണ്ടത് കടലിന്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് തന്നെയായിരുന്നു. ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായി മാറി. ടൈറ്റാനിക് കിടക്കുന്നത് സമുദ്രത്തിന്റെ അടിയിൽ പൂർണ്ണമായ ഇരുട്ടിലാണ്. അവിടെ സൂര്യപ്രകാശം എത്തില്ല. താപനില വളരെ തണുപ്പാണ്, ഏകദേശം 0 മുതൽ 2 ഡിഗ്രി വരെ. കപ്പൽ ഇനി ഒറ്റ ഭാഗമായിട്ടല്ല കിടക്കുന്നത്, 2 വലിയ ഭാഗങ്ങളായി പിരിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. മുൻഭാഗം ഒട്ടും തകർന്നില്ലാത്ത പോലെ ഇപ്പോഴും നിലകൊള്ളുന്നു. പക്ഷെ പിൻഭാഗം വളരെയധികം നശിച്ചിരിക്കുകയാണ്. കടലിന്റെ അടിയിൽ ടൈറ്റാനിക് നശിക്കാൻ ഒരു പ്രധാന കാരണമാണ് ഒരു പ്രത്യേക ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകൾക്ക് ഇരുമ്പിനെ തിന്നാൻ കഴിയും. അതിനാൽ കപ്പലിന്റെ ലോഹഭാഗങ്ങൾ പതുക്കെ ഇവർ തിന്നുപോകുന്നു. ഈ രൂപത്തെ സയന്റിസ്റ്റുമാർ വിളിച്ചത് റെസ്റ്റിക്കൽസ് എന്നാണ്. കാലക്രമേണ ഈ റെസ്റ്റിക്കൽസ് കപ്പലിന്റെ മേൽഭാഗം മുഴുവൻ വളർന്നു. അതിനാൽ ടൈറ്റാനിക് ഓരോ വർഷവും കഴിയുമ്പോൾ കുറച്ച് ഇല്ലാതാകുകയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ടൈറ്റാനിക്കിനെ പുറത്തെടുക്കുന്നില്ല? ടൈറ്റാനിക് കിടക്കുന്നത് വളരെ വലിയ ആഴത്തിലാണ്. അവിടെ എത്തുന്നത് തന്നെ വളരെ അപകടകരമാണ്. 100 വർഷങ്ങളായി കടലിൽ കിടക്കുന്നു. ലോഹം വളരെ നശിച്ചിരിക്കുന്നു. പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ അത് തകരാൻ സാധ്യതയുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. അതിനാൽ പലർക്കും അതൊരു സ്മാരക സ്ഥലം പോലെയാണ്. ഇത്രയും വലിയ കപ്പൽ പുറത്തെടുക്കാൻ അനന്തമായ പണവും സാങ്കേതിക വിദ്യയും വേണ്ടിവരും. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇന്ന് സമുദ്രത്തിന്റെ ആഴത്തിൽ നിശബ്ദമായി കിടക്കുന്നു. RMS ടൈറ്റാനിക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം: മനുഷ്യൻ എത്ര വലിയ സൃഷ്ടി ഉണ്ടാക്കിയാലും പ്രകൃതിയുടെ മുന്നിൽ സമയം എല്ലാത്തിനെയും ഇല്ലാതെയാക്കും. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിനെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ, കാരണം ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.